3 പതിറ്റാണ്ടിലേറെയായി എല്ലാ മലയാളികളുടെയും ഹൃദയവികാരമായി മാറിയ അഭിനേതാവ്, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങളടക്കം അനേകം അംഗീകാരങ്ങൾ വാരിക്കൂട്ടി കേരളത്തിന്റെയും രാജ്യത്തിന്റെയും അഭിമാനമായി മാറിയ പ്രതിഭ, മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന നിലപാടുകളുള്ള വ്യക്തി, കാലത്തിനൊപ്പം സ്വയം അപ്ഡേറ്റ് ചെയ്യുന്ന ആധുനിക മനുഷ്യൻ, മനുഷ്യസ്നേഹി. മമ്മൂട്ടിയെക്കുറിച്ച് 2 വാക്കു പറയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂട്ടി എന്ന ഇതിഹാസ താരത്തെ സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയാടാൻ സംഘപരിവാർ ശ്രമിക്കുന്നത്. അതൊട്ടും ഏഷ്യയിൽ നിന്ന് മാത്രമല്ല, മലയാളികൾ ഒന്നടങ്കം മമ്മൂട്ടിയെ ശക്തിയുക്തം ചേർത്ത് പിടിക്കുന്നുണ്ട് താനും. പുഴു സിനിമയുമായി ബന്ധപ്പെടുത്തിയാണ് മമ്മൂട്ടിക്കെതിരായി സംഘപരിവാർ വിദ്വേഷ പ്രചാരണം നടത്തുന്നത്. പുഴു ചിത്രത്തിന്റെ സംവിധായിക രത്തീനയുടെ മുൻ ഭർത്താവ് ഷൻഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. പുറമെ പുഴു ഉണ്ടാ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ ഹർഷദ് വർഷങ്ങൾക്ക് മുൻപ് ഒരു വേദിയിൽ നടത്തിയ പ്രസംഗവും ചേർത്തുവെച്ചാണ് മമ്മൂട്ടിക്കെതിരായ സംഘപരിവാർ സൈബർ ആക്രമണം. രത്തീനയുടെ മുൻ ഭർത്താവ് ഷർഷാദിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പുഴു സിനിമ ബ്രാഹ്മണ വിരുദ്ധമാണെന്നും ആ ചിത്രത്തിൽ മതപരമായ പ്രൊപ്പഗാണ്ടയുണ്ടെന്നും അതിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ട് എന്നൊക്കെയുള്ള പച്ചക്കള്ളമാണ് സംഘപരിവാർ പ്രചരിപ്പിച്ചത്. പുറമെ പൊതുവേദിയിൽ സിഎയെയും മോദി സർക്കാരിനെയും വിമർശിച്ച ഹർഷദിന്റെ ചിത്രങ്ങളിൽ മമ്മൂട്ടി തുടർച്ചയായി അഭിനയിക്കുന്നുവെന്നും സംഘപരിവാർ വിദ്വേഷവാദങ്ങൾ ഉയർത്തുന്നു. സംഘപരിവാറിന് ചുട്ട മറുപടി നൽകുന്നതോടൊപ്പം മലയാളികൾ മുന്നോട്ട് വെക്കുന്ന ശ്രദ്ധേയമായ ഒരു വാചകം കൂടിയുണ്ട്: ഞങ്ങൾക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ മമ്മൂട്ടി എന്ന്. അതെ, ഈ നാടിന് കൃത്യമായി അറിയുന്ന മനുഷ്യൻ കൂടിയായതുകൊണ്ടാണ് മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തെ ചേർത്തു പിടിക്കുന്നത്. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും എ മാരിഫ് എംപിയും അടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ആ പരിപ്പ് ഇവിടെ വേവില്ല, മമ്മൂട്ടി മലയാളികളുടെ അഭിമാനം എന്നാണ് ശിവൻകുട്ടി പങ്കുവെച്ച പോസ്റ്റിലെ വാചകം. മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടിയെന്നും അദ്ദേഹം ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുമെന്നുമാണ് മന്ത്രി കെ രാജന്റെ പോസ്റ്റ്. ടെർബോ എന്ന പുതിയ മമ്മൂട്ടി ചിത്രം പുറത്തിറങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ സൈബർ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ടർബോയിലെ ലുക്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഫോട്ടോയിലടക്കം മലയാളികളുടെ പിന്തുണ പ്രകടമാണ്. യഥാർത്ഥത്തിൽ തങ്ങൾക്ക് വഴങ്ങാത്തവർക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്ന രീതി സംഘപരിവാർ നേരത്തെ പല നടന്മാർക്കെതിരെ നടത്തിയിട്ടുണ്ട്. വിജയെ ജോസഫ് വിജയ് ആക്കിയതും സംവിധായകൻ കമലിനെ കമാലുദ്ദീൻ ആക്കിയതുമടക്കം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ശക്തമായ നിലപാട് ഉയർത്തുന്നവരാണ് ഇവരെന്നും അതുകൊണ്ടാണ് ഈ നീക്കമെന്നും വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ. മതം പറഞ്ഞ് അക്കൂട്ടത്തിലേക്ക് മമ്മൂട്ടിയും വലിച്ചിടാൻ തരംതാണ നീക്കം നടത്തുന്നതിനിടെയാണ് സംഘപരിവാറിനെതിരെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ ഒന്നടങ്കം പ്രതികരിച്ചത്. ആ പ്രതിരോധത്തിനായി ഒറ്റക്കെട്ടായത് മമ്മൂട്ടി ആരാണെന്ന് മലയാളികൾക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ്. ഇത്തവണത്തെ പത്മഭൂഷൺ പുരസ്കാരത്തിന് കേരള സർക്കാർ മമ്മൂട്ടിയുടെ പേര് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ മോദി സർക്കാർ തയ്യാറായില്ല. പകരം സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്നു നിൽക്കുന്ന പലർക്കുമാണ് ആ പുരസ്കാരം നൽകിയത്. അങ്ങനെ പല വിധത്തിൽ മലയാളത്തിന്റെ മഹാനടനെതിരെ സംഘപരിവാർ തിരിയുമ്പോഴും അതിനു മുൻപിൽ പതറാത്തയാളാണ് മമ്മൂട്ടി. വിദ്വേഷ രാഷ്ട്രീയത്തെ വകവയ്ക്കാതെ തലകുനിക്കാതെ അദ്ദേഹം മുന്നോട്ടു പോകുമെന്നത് ഉറപ്പാണ്.